നല്ല പിടയ്ക്കണ ആവോലി കിട്ടിയിട്ടോ. അപ്പം ചട്ടിയിൽ മുളകിട്ടിട്ട് അങ്ങോട്ട് വറ്റിച്ച് വെക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കൊരു ഷെയർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 തക്കാളി, 2 വെളിയുള്ളി, ചപ്പ്, കരിവേപ്പ്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വെക്കുക. പിന്നെ നമ്മുടെ ഉലുവ, അത്രയും വേണ്ടുള്ളൂ എൻ്റെ കറിക്ക്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ചീൻചട്ടി എടുത്ത് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ മൂത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇടുക. ആദ്യം തന്നെ ഉലുവ ഇടാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം ഇതൊക്കെ മൂത്തതിന് ശേഷം നമ്മുടെ സവാള ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴച്ച് ബ്രൗൺ നിറാകുമ്പോൾ തക്കാളിക്കുട്ടന്മാരെ ഇടാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ലോ ആക്കിയിട്ട് വേവിക്കാം. അപ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും നമ്മുടെ തക്കാളിയൊക്കെ കേട്ടോ. തക്കാളി നല്ലോണം നമ്മുടെ സ്പൂണോ കരണ്ടിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അത്രയേ വേണ്ടുള്ളൂ. അപ്പം അതൊക്കെ വെച്ച് നന്നായിട്ട് ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ പൊടിയുടെ കുത്തുന്ന സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ പുളിയില്ലേ, നിങ്ങളവിടെയൊക്കെ എന്ത് പുളിയാണ് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ സാധാ പുളിയാണ് ഉപയോഗിക്കാറ്. നമുക്ക് ആ മീൻകറി വയ്ക്കുമ്പോൾ പുളി നിർബന്ധമല്ല, ടേസ്റ്റ് വേറെ തന്നെയാണ്. പുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് നിങ്ങൾക്ക് കറി കുറേ ആളുള്ള വീടാണ്, കുറച്ചധികം കറിയൊക്കെ വേണ്ടിയിട്ടില്ല. വെള്ളം നിങ്ങൾ പാകത്തിന് നോക്കി ഒഴിക്കുക കേട്ടോ. ഞാൻ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഫിഷൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഫിഷിനെ. അതായത് ഫ്ലെയിമൊക്കെ ലോ ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വറ്റി വരും. അപ്പോൾ തുറന്ന് ഈ മീനിലൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ടാവും. ശേഷം നമ്മുടെ കരിവേപ്പും ചപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ.